ഹലോ കൂട്ടുകാരെ, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരു 200 എഗ്ഗ് വെക്കുന്ന ഒരു ഇൻക്യുബേറ്റർ വാങ്ങിയിട്ടുണ്ട്. അതിൽ എല്ലാ തരം എഗ്ഗും വെച്ചിട്ടുണ്ട് കേട്ടോ. എഗ്ഗ് വെക്കുമ്പോൾ അങ്ങനെ 2 ഭാഗം അടയാളപ്പെടുത്തിയിട്ട് വെക്കണം, എന്നാലേ നമുക്ക് മറിച്ച് വെക്കുമ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ അറിയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ അടയാളം വെച്ചിരിക്കണേ. ഞാൻ കോഴികളെ വളർത്തുന്നുണ്ട്, സെയിൽ ചെയ്യുന്നുണ്ട്. തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങളെയാണ് കേട്ടോ സെയിൽ ചെയ്യണേ. 1 മാസം മുതൽ പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെയാണ് കേട്ടോ സെയിൽ ചെയ്യണേ. എല്ലാ വാക്സിനേഷനൊക്കെ കൊടുത്തതിന് ശേഷമാണ്. എനിക്ക് കോഴി വളർത്തലൊക്കെ നല്ല ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ വെറുതെ വീട്ടിലെ പണി കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കല്ലേ, അപ്പോൾ നമുക്കൊരു വരുമാനമാവും. അത് വിചാരിച്ചിട്ട് അങ്ങനെ വളർത്താൻ തുടങ്ങിയതാണ്. പിന്നെ എനിക്ക് കോഴിനെ വളർത്തുന്നതിൽ എനിക്ക് എന്തൊക്കെ അറിവ് വെച്ചാൽ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വളർത്തുന്ന രീതിയും അതിൻ്റെ വാക്സിനേഷന്, രോഗങ്ങളെ പറ്റിയിട്ട്, ഞാൻ കൊടുക്കണ മരുന്നുകൾ, വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഉള്ള ഔഷധ കൂട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കലുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ, ഈ ചാനലിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ 1 മാസം മുതലുള്ള കോഴിക്കുഞ്ഞുങ്ങളെ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അസീല്, കരിങ്കോഴി, തനിനാടൻ, നേക്കഡ് നെക്ക്, പിന്നെ കുറച്ച് ഫാൻസി കോഴികളെ എഗ്ഗും ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വിരിഞ്ഞതിന് ശേഷം 1 മാസം നിർത്തിയിട്ട് വാക്സിനൊക്കെ കൊടുത്തിട്ട് ഉഷാറാക്കിയിട്ട് പിന്നെ ഞാൻ സെയിൽ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ കമൻ്റായിട്ട് അറിയിക്കൊണ്ട്, അല്ലെങ്കിൽ അതിൽ നമ്പർ കൊടുക്കാം. പിന്നെ എൻ്റെ ബ്രൂഡിങ് സിസ്റ്റം ഇതാണ്. പിന്നെ കരിയാണ് ഇതിൽ വിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നല്ല ചൂടല്ലേ, ഏപ്രിൽ മാസമല്ലേ, അപ്പോൾ നല്ല ചൂട് കാരണം ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് പച്ചപ്പട്ടയൊക്കെ ഇട്ടതാണ്. ഇത് എൻ്റെ 2 ആഴ്ച കഴിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇതിൽ തനിനാടനുണ്ട്, സോനാലി കുറച്ചേ ഉള്ളൂ. ഇതിൽ 3/4 ഭാഗം തനിനാടനാണ്. പിന്നെ ഒരു 5-6 നേക്കഡ് നെക്കുണ്ട്. ഒരു 10-ൽ താഴെ കരിങ്കോഴി കുഞ്ഞുങ്ങളുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ വാക്സിനേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ പറയുന്നുണ്ട്. കോഴിക്കുഞ്ഞുങ്ങളെ ആവശ്യമുള്ളവർ ഞാൻ കമൻറ്റിൽ എൻ്റെ നമ്പർ ഞാൻ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ അതിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഓൾ കേരള ഹൈവേ ഡെലിവറി ഉണ്ട്. ഡെലിവറി ചാർജ് നിങ്ങൾ കൊടുക്കണം, അങ്ങനെയാണ്. എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. പിന്നെ ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യും. പിന്നെ ഒരു ഹാർട്ടെങ്കിലും കമൻറ്റായിട്ട് വിടും, എന്നാലുള്ളൂ ഇത് മറ്റുള്ളവർക്കൊക്കെ എത്തുള്ളൂ. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കോൺടാക്റ്റ് നമ്പർ കൊടുക്കാം കേട്ടോ. അതിൽ വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.